നമുക്ക് സേതുവിൻ്റെ പല്ലവിയുടെയും വരാൻ പോകുന്ന ദിവസങ്ങളിൽ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമുമ്പൊരു കാര്യം പറഞ്ഞോട്ടെ. ആദ്യമേ കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഋതു കുഞ്ഞിനെ മൈൻഡ് പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. കുഞ്ഞ് കരയണ സമയത്ത് പോലും ഋതു കുഞ്ഞിനെ നോക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല. ഇന്ദ്രൻ പോലും കുഞ്ഞിനെ എടുത്ത് കൊഞ്ചിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷെ ഋതുവിനോട് പറഞ്ഞിട്ട് ഋതു എന്ത് ചെയ്താൽ കുഞ്ഞിനെ എടുക്കുവോ? കുഞ്ഞിനെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. കുറേ പറഞ്ഞു കഴിയുമ്പോൾ അതിനിച്ചിരി പാല് കൊടുത്താലായി. അതുപോലും ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ചെയ്യുന്നത്. കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുമ്പോൾ തന്നെ ഋതുവിന് ദേഷ്യമാണ്. ഋതു പറഞ്ഞു, ഈ സാധനത്തിന് എടുത്തുകൊണ്ട് പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ദേഷ്യപ്പെടുന്നത്. സേതുവിനും പല്ലവിക്കും ഒക്കെ ഈ കാര്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ഋതുവിനോട് എല്ലാവരും പറഞ്ഞു നോക്കി. പക്ഷെ ആര് പറഞ്ഞിട്ട് ഋതു കേൾക്കുന്നുണ്ടായിരുന്നില്ല. എന്ത് വന്നാലും താൻ കുഞ്ഞിനെ തിരിഞ്ഞു നോക്കില്ല എന്നൊരു ചിന്തയായിരുന്നു ഋതുവിൻ്റെ മനസ്സിൽ. ഒരിക്കലും ഋതു ആഗ്രഹിക്കാതെ ജനിച്ച കുഞ്ഞാണല്ലോ. അപ്പോൾ അതിൻ്റെ ദേഷ്യവും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. സാധാരണഗതിയിൽ അങ്ങനെ ജനിച്ചാണെങ്കിൽ പോലും കുഞ്ഞിനെ കണ്ടു കഴിയുമ്പോഴത്തേനും അതിൻ്റെ മുഖം കണ്ടു കഴിയുമ്പം അതിനുള്ള ദേഷ്യമൊക്കെ മാറുന്നതാണ്. പക്ഷേ ഇവിടെ അതൊന്നുണ്ടായില്ല. ഋതുവിന് ദേഷ്യം കൂടിയതേ ഉള്ളൂ. ഇന്ദ്രനോടുള്ള ദേഷ്യമാണ് അത് കുഞ്ഞിനോട് കാണിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് ലക്ഷ്മിയമ്മ ഒരു കാര്യം തീരുമാനിച്ചു. എന്ത് സംഭവിച്ചാലും ശരി, മയൂരിയുടെ ശ്രീകാന്തിൻ്റെയും വിവാഹം നടത്തണം. അതിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഏതറ്റം വരെ പോകാൻ ലക്ഷ്മിയമ്മ തയ്യാറായിരുന്നു. പിന്നീട് സേതുവിനെ ലക്ഷ്മിയമ്മ വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് സേതുവിനോട് പറയുന്നുണ്ട്, മോനെ എങ്ങനെയാണ്ട് ശരി, മയൂരി ശ്രീകാന്തും തമ്മിലുള്ള വിവാഹം നടക്കണം. ദേ നിന്റെ പെങ്ങളുടെ ജീവിതമാണ്. ഒരു പക്ഷേ ശ്രീകാന്തിൻ്റെ കല്യാണം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ കല്യാണം പോലും വേണ്ടെന്ന് വെച്ചാൽ അവളിരിക്കുന്നത്. ഇപ്പം 2 വട്ടം മാറിപ്പോയി. ഒരു കാരണവശാലും ഈ കല്യാണം മുടങ്ങരുത്. നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ നീ അത് നടത്തണമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം സേതു പറഞ്ഞു, അമ്മ വിഷമിക്കാതിരിക്കുക, മയൂരിയുടെ ആഗ്രഹം ഞാൻ നടത്തി കൊടുക്കും. എൻ്റെ പെങ്ങളല്ലേ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്രയൊക്കെ ചെയ്തില്ലെങ്കിൽ പിന്നെ സഹോദരനാന്നും പറഞ്ഞിട്ട് ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്? അല്ല മോനെ, അയാൾ ആ രഘുവരൻ അതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അതൊക്കെ ഞാൻ പോയി കണ്ട് സംസാരിച്ചോളാം. ശ്രീകാന്തിന് സമ്മതമാണല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അടുത്ത ദിവസം തന്നെ ഞാൻ പോകാമെന്നൊക്കെ പറഞ്ഞു. ഇതേ സമയത്ത് കുഞ്ഞിനെയും ഋതുവിനെ ഒന്നും കണ്ടില്ലോ രാജലക്ഷ്മി. അങ്ങനെ രാജലക്ഷ്മി കുഞ്ഞിനെ കാണാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ കുഞ്ഞിനെ കാണാൻ കുറച്ച് കുഞ്ഞുടുപ്പുകളൊക്കെ വാങ്ങിച്ചുകൊണ്ട് ആദ്യമായിട്ട് കാണാനായിട്ട് പൊന്നുമടത്തിലേക്ക് വരുവാണ്. വരുന്ന സമയത്ത് പൂർണ്ണിമ ഉണ്ടായിരുന്നു. പൂർണ്ണിമയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രാജലക്ഷ്മി ചോദിച്ചു, എങ്ങനെ ഇരിക്കുന്നു? കുഞ്ഞു അമ്മയൊക്കെ സുഖമായിട്ടിരിക്കണമെന്ന് ചോദിച്ചു. പൂർണ്ണിമ പറഞ്ഞു, അതേന്ന് പറഞ്ഞു. അതെ, അവിടെ പയച്ച് കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. പിന്നെ പാറിനി പറഞ്ഞ് ഞാനല്ലേ ഉള്ളൂ അവളുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്. അതാ എനിക്കിങ്ങോട്ട് വരാൻ പറ്റാതിരുന്നേ. അതാ ഞാൻ വരാതിരുന്നേന്ന് പറഞ്ഞു. പൂർണ്ണിമ പറഞ്ഞു, അതിന് പ്രശ്നമൊന്നുമില്ല. അല്ല എന്ത് പറ്റി പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാവാനായിട്ട്? അതിന് മാസം തികഞ്ഞില്ലോ എന്ന് പറഞ്ഞു. പൂർണ്ണിമ പറഞ്ഞു, അവൾക്കെന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തല ഇറങ്ങി വീണ വീഴ്ചയിൽ അവൾക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ സർജറി ചെയ്യേണ്ടി വന്നതെന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണല്ലേ. ഇന്ദ്രൻ വിളിച്ചു പറഞ്ഞു, പക്ഷേ കുഞ്ഞാണോ പെണ്ണോ എന്നൊന്നും പറഞ്ഞു പോലുമില്ല. അല്ലെങ്കിലും അവനങ്ങനെയാണല്ലോ, കാര്യമായിട്ടൊന്നും പറയത്തൊന്നുമില്ലോ. നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ മാത്രം അവൻ പറയൂന്ന് പറഞ്ഞു. ഒടുവിൽ ഋതുവിനെയും കുഞ്ഞിനെയും കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് കുഞ്ഞ് കിടന്ന് ഭയങ്കര കരച്ചില. രാജലക്ഷ്മി പെട്ടെന്ന് പോയി കുഞ്ഞിനെ എടുത്തു. ഇതെന്താ ഋതു, നീ എന്താ കുഞ്ഞിനെ എടുക്കാത്തേന്ന് ചോദിച്ചു. ഋതു പറഞ്ഞു, ഞാനെന്തിനാ എടുക്കണേ? ഇത് കേട്ടപ്പോൾ രാജലക്ഷ്മി വെച്ച്, നീ അല്ലാതെ പിന്നെ ആരാ കുഞ്ഞിനെ എടുക്കുന്നേ? കുഞ്ഞ് കരയുമ്പോൾ അതിനെ എടുക്കണ്ടേ? അതിന് പാലൊക്കെ കൊടുക്കണ്ടേന്ന് ചോദിച്ചു. നിങ്ങൾക്ക് അത്ര നിർബന്ധമാണ്, നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങളുടെ കുഞ്ഞിനെ എടുത്തോ. നിങ്ങൾ കുഞ്ഞിനെ എടുത്തോട്ട് കൊണ്ടുപോയിക്കോ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക്. നിങ്ങളുടെ മകൻ്റെ കുഞ്ഞല്ലേ, അതുകൊണ്ട് നിങ്ങൾ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ രാജലക്ഷ്മി വെച്ചു, നീ എന്തൊക്കെ ഋതു പറയണേ? നീ എന്താ ഇത്തിരി ഇല്ലാത്ത ഈ കുഞ്ഞിനോടാണോ ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിച്ചു. ദേ കൂടുതൽ എന്നോട് പറയാൻ വന്നേക്കരുത്. ഈ കുഞ്ഞിനെ കാണുന്ന പോലെ എനിക്ക് ദേഷ്യമാണ്. നിങ്ങളുടെ മകൻ്റെ കുഞ്ഞല്ലേ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. മിണ്ടാതെ പോയിക്കോളാനൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുവാണ്. അപ്പോഴേക്കും പൂർണ്ണിമ പല്ലവി എല്ലാവരും കൂടെ അങ്ങോട്ട് വന്നു. പല്ലവി വന്നിട്ട് ചോദിച്ചു, എന്താ ഋതു, നീ എന്താ ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിച്ചു. പിന്നെ ഞാൻ എങ്ങനെ പറയണം? എനിക്ക് ഈ കുഞ്ഞിനെ കാണുന്ന പോലും ദേഷ്യം. എന്നിട്ട് ഇപ്പോൾ ഇവർ പറയുന്ന കേട്ടില്ലേ, ഞാൻ കുഞ്ഞിനെ എടുത്തില്ല, കൊഞ്ചിച്ചില്ല എന്ന്. ഇത്ര ഇതാണെങ്കിൽ ഇവരെന്തിനാ ഇവരുടെ മകനെ ഈ കുഞ്ഞിനെ ഇവിടെ ഇട്ടേക്കുന്നേ? വിളിച്ചുകൊണ്ട് പോകാൻ മേലെ? അല്ല, ഇവരുടെ മകൻ ഇവിടെ ഉണ്ടല്ലോ, മകനോട് പറ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇവരുടെ വീട്ടിലേക്ക് ചെല്ലാനായിട്ട്. ആ സമയം രാജലക്ഷ്മി പറഞ്ഞു, കുഞ്ഞിനെ നീ തരുവാണെങ്കിൽ ഞാൻ പൊന്നു പോലെ നോക്കും. എനിക്കിഷ്ടം എൻ്റെ കുഞ്ഞിനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മി കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് കുറേ ഉമ്മയൊക്കെ വെക്കുന്നുണ്ട്. ആ സമയത്ത് പല്ലവി പറഞ്ഞു, ഋതു നീ ഇങ്ങനെയൊന്നും പറയരുതെന്നൊക്കെ പറഞ്ഞ് കുറേ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല. ഋതു പറഞ്ഞു, ഇവരെന്താ ഏതാന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. ഇവരെ എന്നോട് ചെയ്ത ക്രൂരത എനിക്കറിയാം. ഇവരുടെ മകനും ചേർന്ന് എൻ്റെ ജീവൻ നശിപ്പിച്ച് എന്നിട്ടും വന്നിരിക്കുന്ന കുഞ്ഞിനെ കാണാനായിട്ട് ഈ സ്നേഹവും കരുതലും ഒക്കെ ഞാൻ ആ വീട്ടിൽ വന്നപ്പോൾ തരുമായിരുന്നെങ്കിൽ
അപ്പോഴേക്കും രാജലക്ഷ്മി പറഞ്ഞു, എടീ നിന്നെപ്പോലെ ഒരു പെങ്കൊച്ച് അവിടെയുണ്ട്, അവൾക്കൊരു പ്രശ്നമില്ലല്ലോ, അവൾ നല്ല സന്തോഷത്തോടെ അവിടെ കഴിയുന്നേ, പെണ്ണുങ്ങളാണ് കുറച്ചൊക്കെ താണു നിൽക്കണമെന്ന് പറഞ്ഞു. ഋതു പറഞ്ഞു, താഴ്ന്നേ, ഞാൻ നിന്നെ കൊണ്ട് പറയിപ്പിക്കരുത്, മര്യാദയ്ക്ക് പോയിക്കോ, അതാ നിനക്ക് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് ഋതു മുറിയിലേക്ക് പോയി ദേഷ്യപ്പെട്ട് കഥ അടയ്ക്കുകയാണ്. അപ്പോഴേക്കും പൂർണിമ വന്നിട്ട് പറഞ്ഞു, രാജലക്ഷ്മി അന്ന് കാര്യമായിട്ട് എടുക്കണ്ട, അവളുടെ സ്വഭാവം ഇങ്ങനെയാ, അല്ലെങ്കിൽ അവൾ ആഗ്രഹിച്ചുണ്ടായ കുഞ്ഞല്ലല്ലോ ഇത്. ഇന്ദ്രൻ വേണ്ട പോലെ അവളെ കെയർ ചെയ്യാത്തതുകൊണ്ട് അവൾ ഇപ്പം ഇങ്ങനെയൊക്കെ പെരുമാറുകയൊക്കെ ചെയ്യുന്നത്. ആ സമയം രാജലക്ഷ്മി പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ ഋതുവിൻ്റെ അഹങ്കാരമാണ്, അവൾക്ക് തല്ല് കിട്ടാത്തതിൻ്റെ കുറവാന്ന് പറഞ്ഞു. ഇത് കേട്ടോണ്ട് വന്ന് അച്ചു പറഞ്ഞു, അതെ അവൾക്കിട്ട് തല്ല് കൊടുത്തിട്ട് കാര്യമില്ല, നിങ്ങളുടെ മകനിട്ട് ആദ്യം കൊടുക്കണം. നിങ്ങളുടെ മകൻ എന്താ ഏതാന്നൊക്കെ നിങ്ങൾക്കറിയാലോ, നിങ്ങൾക്ക് അവനെ സഹിക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ നിങ്ങൾ അവനെ ആ വീട്ടിൽ പോലും കയറ്റാത്തെ. എന്നിട്ടിപ്പം വലിയ വർത്താനം പറഞ്ഞിട്ട് വന്നിരിക്കുന്നു. പൂർണ്ണ പറഞ്ഞു, അച്ചു നീ മിണ്ടാതിരിക്കാനൊക്കെ പറഞ്ഞു. ഒടുവിൽ രാജലക്ഷ്മി തിരികെ പോവുകയാണ്. പോകുന്നതിന് മുമ്പ് ഇന്ദ്രനോട് പറഞ്ഞു, എടാ ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് എനിക്ക് സഹിക്കുന്നില്ല, ഞാനൊക്കെ ആയിരിക്കണം. അല്ല നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നീ അതിനേക്കാളും വലിയ വിദ്വാനാണല്ലോ. അതൊക്കെ പറഞ്ഞ് രാജലക്ഷ്മി കുറേ ഇന്ദ്രനെ ചീത്ത പറയുന്നുണ്ട്. ഇന്ദ്രൻ്റെ സ്വഭാവം രാജലക്ഷ്മിക്ക് നന്നായിട്ടറിയാം. ഒടുവിൽ രാജലക്ഷ്മി അങ്ങോട്ടേക്ക് പോയി. ഋതുവിനാണ് ഒന്നുകൂടെ ദേഷ്യമായി രാജലക്ഷ്മി വന്നിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒടുവിൽ കുഞ്ഞ് കടന്ന് കരയണ സമയത്ത് പല്ലവി അങ്ങോട്ട് വന്നു. പല്ലവി വന്നിട്ട് ചോദിച്ചു, എന്താ ഋതു, കുഞ്ഞ് കടന്ന് കരയെന്ന് കേട്ടില്ലേ, നീ അതിനെ എടുക്ക്, അതിനെ ഒന്ന് കൊഞ്ചിക്ക്, അല്ലെങ്കിൽ അതിന് കുറച്ച് പാലൊക്കെ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പാല് കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഋതു കുഞ്ഞിനെ എടുത്തു. കുഞ്ഞിനെ എടുത്ത് പാല് കൊടുക്കുന്ന പോലെയൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നു. അപ്പോഴേക്കും പല്ലവി അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. ആ സമയത്ത് ഋതു കുഞ്ഞിനെ ബെഡിലേക്ക് കിടത്തി. പാല് നിനക്ക് പാല് തരണമല്ലേ, പാലല്ല നിനക്ക് ഞാൻ തരാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടത്തി. കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നു. ഋതു മൈൻഡ് ചെയ്തേയില്ല. പിന്നീട് പല്ലവി ഒന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പാലൊക്കെ കൊടുത്താന്ന് പറഞ്ഞു. പല്ലവി കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി. പക്ഷെ എത്രയാണ്ട് കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നുണ്ടായിരുന്നില്ല. വീണ്ടും പാല് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഋതു വീണ്ടും അങ്ങനെ തന്നെ അഭിനയിക്കുവാണ്. അപ്പം അവരുടെയൊക്കെ വിചാരം ഋതു പാല് കൊടുക്കുന്നുണ്ടെന്നാ. പക്ഷേ പാല് കുടിക്കാതെ വന്ന് വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേന് കുഞ്ഞ് തളർന്നു പോയി. കുഞ്ഞിന് വല്ലാത്തൊരവസ്ഥയായിപ്പോയി. കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും പല്ലവി മുറിയിലേക്ക് വരുമ്പോൾ കുഞ്ഞ് അനങ്ങാതെ കിടക്കുന്നുണ്ട്. കുഞ്ഞിനെ എടുത്ത് കഴിയുമ്പോൾ കുഞ്ഞ് അനങ്ങാതെ കിടക്കുക. ഋതുവിനോട് ചോദിച്ചു, ഋതു കുഞ്ഞിനിത് എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്ക് ഋതു എനിക്കറിയില്ല എന്താന്നൊക്കെ. പല്ലവിക്ക് എന്തോ ഒരു അപകടം മണത്തു. പല്ലവി പെട്ടെന്ന് കുഞ്ഞിനെ എടുത്ത് നോക്കി. കുഞ്ഞ് അനങ്ങുന്നില്ല, അനങ്ങാതെ ഇങ്ങനെ കിടക്കുക, ചെറിയ ശ്വാസം മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് പല്ലവി കുഞ്ഞിനെയും കൂടെ നേരെ സേതുവിൻ്റെ അടുത്തേക്ക് ഓടുവാണ്. സേതുവേട്ട കുഞ്ഞിനെയും കൂടെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് പറഞ്ഞു. എന്താ പല്ലവി, കുഞ്ഞിനെന്തോ സംഭവിച്ചിട്ടുണ്ട്, ഇത് കണ്ടോ, കുഞ്ഞ് വാടി തളർന്ന് കിടക്കുവാന്ന് പറഞ്ഞു. പിന്നെ ഒന്നും നോക്കിയില്ല സേതു, പെട്ടെന്ന് തന്നെ കാറെടുത്തു. അങ്ങനെ സേതു പല്ലവിയും കൂടെ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ഡോക്ടറെ അടുത്ത് നിന്ന് ഡോക്ടറോട് കാര്യങ്ങൾ പറയാം. ഡോക്ടർ പറഞ്ഞു, ഞാനിന്ന് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ ചോദിച്ചു, ഈ കുഞ്ഞിന് ഫീഡ് ചെയ്തായിരുന്നു എന്ന് ചോദിച്ചു. ആ ചെയ്തല്ലോ, ഇത് പാല് കൊടുത്തല്ലോ എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ദേ കുഞ്ഞിന് ഫീഡ് ചെയ്തിട്ടില്ല, കുഞ്ഞിന് പാല് കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ടാണ്, കുഞ്ഞ് ആഹാരം ഒന്നും കഴിക്കാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. പാല് കുടിക്കാത്തതുകൊണ്ട് കുഞ്ഞിൻ്റെ ശരീരം തളർന്നു പോയതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഋതുവിനും അത് കേട്ട പല്ലവിക്കും സേതുവിനും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഡോക്ടർ കുറേ ചീത്ത പറഞ്ഞു. നിങ്ങളിത് എവിടെ നോക്കുക, എന്താ നോക്കുന്നത്, ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇല്ലാതാക്കുമല്ലോ, ഇതിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ നോക്കുന്നൊക്കെ പറഞ്ഞേ. പല്ലവി നോക്കുന്നൊക്കെ ഉറപ്പ് പറഞ്ഞല്ലേ, എന്നിട്ടാണോ പല്ലവി ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ചോദിച്ചു. പല്ലവിയും കുറേ ചീത്ത പറയുന്നുണ്ട്. പല്ലവിക്ക് സങ്കടമായി. പല്ലവി വിഷമത്തോടുകൂടി സേതുവിനെ നോക്കുവാണ്. സേതു പറഞ്ഞു, ഇനി അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല ഡോക്ടറെ എന്ന് പറഞ്ഞു. ഒടുവിൽ അവർ കുഞ്ഞിനെ കൊണ്ട് വീട്ടിലേക്ക് വരുവാണ്. പിന്നീട് ഋതുവിന് കോളായിരുന്നു. സേതുവും പല്ലവി നല്ല രീതിയിൽ തന്നെ അവൾ ഫയർ ചെയ്യുന്നുണ്ട്. പിന്നീട് ഋതുവിനെ കൊണ്ട് പാല് കുടിപ്പിക്കുന്നുണ്ട്. പല്ലവി അവിടെ നിർത്തി തന്നെ ഋതുവിനെ കൊണ്ട് പാല് കുടിപ്പിക്കുകയാണ്. അങ്ങനെ വിട്ടുകൊടുക്കാൻ പല്ലവി ഒരുക്കുമായിരുന്നില്ല. അങ്ങനെ 1-2 ദിവസം വലിയ കുഴപ്പമില്ലാതെ അങ്ങോട്ട് കഴിഞ്ഞു പോവാണ്. ആ സമയത്ത് സേതു ശ്രീകാന്തിൻ്റെ മയൂരുടെ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ കല്യാണക്കാര്യത്തെക്കുറിച്ച് രഘുവരനോടൊക്കെ പോയി സംസാരിക്കണമല്ലോ. അങ്ങനെ അവിടേക്ക് ചെല്ലുവാണ്. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്ത് ഇറങ്ങി വന്നു. ശ്രീകാന്തിന് സന്തോഷമായിരുന്നു സേതു ചെന്നതിൽ. ശ്രീകാന്ത് പറഞ്ഞു, ഞാൻ അച്ഛനെ വിളിക്കാമെന്നൊക്കെ പറഞ്ഞു. രഘുവരൻ ഇറങ്ങി വന്നു. സേതുവിനോട് എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചു. സേതു പറഞ്ഞു, സാറേ ഞാൻ മയൂരുടെ ശ്രീകാന്തിൻ്റെ കല്യാണക്കാര്യത്തെക്കുറിച്ച്. മയൂരുടെ ശ്രീകാന്തിൻ്റെയോ? ആ കല്യാണം നടത്തില്ലാന്ന് ഞാൻ പറഞ്ഞല്ലേ, പിന്നെ നീ എന്ത് കാണാനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചുകൊണ്ട് സേതുവിനോട് ദേഷ്യപ്പെടുവാണ്. സേതു പറഞ്ഞു, സാറേ അതിന് മാത്രം തെറ്റൊന്നും അവരും ചെയ്തിട്ടില്ല. കാരണവന്മാരായിട്ട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മക്കളെ അതിന് ശിക്ഷിക്കേണ്ട കാര്യമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. 1-2 പറഞ്ഞ് വഴക്കായി. അവസാനം രഘുവരൻ തോക്കെടുത്ത് സേതുവിൻ്റെ നെറ്റിക്ക് നേരെ ചൂണ്ടുവാണ്. ദേ മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയിക്കോ, അല്ലെങ്കിൽ നിനക്കിട്ട് ഞാൻ പണി തരുമെന്ന് പറഞ്ഞു. നിന്റെ ശവമായിരിക്കും ഇവിടെ വീഴുന്നതെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സേതു വിട്ടുകൊടുക്കുമോ? സേതു പറഞ്ഞു, അന്നാ ധൈര്യം വേണ്ടേ സാറെന്ന്
വെടി ഷൂട്ട് ചെയ്യുക ഒന്നൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. സേതു വിട്ടുകൊടുക്കാൻ ഒരുക്കുമായിരുന്നില്ല. പിന്നീട് സേതു വെല്ലുവിളിച്ചു, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നിങ്ങൾ ചെയ്യുക. മയൂരുടെ ശ്രീകാന്തിനെയും വിവാഹം ഞാൻ നടത്തുമെന്ന് വെല്ലുവിളിച്ചിട്ടാണ് സേതു അവിടെ നിന്ന് ഇറങ്ങണേ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ഇന്ദ്രൻ കുഞ്ഞിനെ സ്നേഹിക്കാൻ തുടങ്ങും. കുഞ്ഞിനെ ഇടയ്ക്കിടയ്ക്കെടുത്ത് കൊഞ്ചിച്ച് ഇന്ദ്രനും കുഞ്ഞും തമ്മിലൊരു അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോടെ നിർത്തുന്നു.